ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്കിന്ന് രാവിലെ തന്നെ നല്ല പണിയുണ്ട് കേട്ടോ. കുറേ അലക്കാനുണ്ടായിന്. അലക്കാൻ വെച്ചാൽ ഡെയിലി അലക്കുന്നുണ്ട്. കുഞ്ഞിലുള്ളതുകൊണ്ട് ദിവസം 2-3 ഡ്രസ്സ് മാറുന്നുണ്ട്, ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെയിലിലോട് ഞാൻ രാവിലെ തന്നെ എല്ലാം അറിയിട്ടു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ രാവിലെ ഇന്ന് പുട്ടും കടലക്കറി ഉണ്ടായിന്, അത് കഴിച്ചു. പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി രാവിലെ റെഡിയാക്കി ഉള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും തക്കാളീൻ്റെ എല്ലാം തോലുകളഞ്ഞ് വെച്ച്. പിന്നെ ഇന്ന് ഉപ്പേരി വെക്കാൻ എൻ്റെ കയ്യിൽ പച്ചക്കറിയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതെല്ലാം മുറിച്ച് വെള്ളത്തിലിട്ടു. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ വെറുതെ മഞ്ഞളും ഉപ്പും കറിവേപ്പിലും ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് ഒന്ന് അതിന് പച്ച വെളിച്ചെണ്ണ നനക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരി വെച്ചാൽ തേങ്ങയൊന്നും ഇടലൊന്നുമില്ല. പിന്നെ അത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ വെച്ചാൽ. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചു. ചിക്കൻ കറിയിൽ അങ്ങനെ വലിയ വഴറ്റിയിട്ടൊന്നല്ല കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. ചിക്കൻ വളരെ കുറച്ചേ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാം പെരക്കിയിട്ട് നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എല്ലാ പൊടികളും കറിവേപ്പിലിട്ട് എല്ലാം നല്ല കൈ കൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് അടുപ്പിൽ വെക്കലാണ്. പൊടികളെല്ലാം ഇടും: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ഇടും കേട്ടോ. അങ്ങനെ എൻ്റെ ഉപ്പേരി ആവാനായി. പിന്നെ തലേന്നത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിന്. പിന്നെ ചോറ് ഇന്നലത്താണ് കേട്ടോ, കുറച്ച് ബാക്കിയില്ല, അത് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ മാവെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാൻ നാളത്തേക്കുള്ള ദോശയ്ക്കൊന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാനാക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ചെറുപയറും കൂടി ഇട്ടിന് കേട്ടോ, കുറച്ച് പ്രോട്ടീൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട്, ഇതെല്ലാം കൂടി ചോറുണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അടിപൊളി ചിക്കൻ കറി. നിങ്ങൾ കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഒന്നാമത് നമ്മൾ സമയം ലാഭമാണ്, വഴറ്റാനും നിനക്ക് മടിയാണ്. പിന്നെ ആരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വഴറ്റിയിട്ടുള്ളൂ ചിക്കൻ കറി വെക്കലുള്ളൂ. പിന്നെ എനിക്ക് ചോറിന് ഉള്ളി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളി കടിച്ച് ചോറുണ്ണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പിന്നെ ഒന്ന് കിടന്നുറങ്ങിയിട്ടാണ് ഉച്ചയ്ക്ക്. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ച ചട്ടിയിലാണ് ചോറുണ്ടേന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ വലിയ കാപ്പി കൂടിയൊന്നും സ്ഥിരമായിട്ടൊന്നുമില്ല, എപ്പോഴെങ്കിലും വേണമെങ്കിൽ കാപ്പി കുടിക്കും. പിന്നെ ഞാൻ എൻ്റെ ദോശയ്ക്കുള്ളത് അരച്ച് വെച്ചു. ആ മാവ് കുറച്ച് ഓട്സും കൂടി ചേർത്തിന് കേട്ടോ. അങ്ങനെ എൻ്റെ മാവ് അരച്ച് വെച്ചു ഞാൻ. പിന്നെ നമ്മളൊന്ന് നടക്കാൻ പോയിട്ടുണ്ടായിന് നിമോഷിനെയും കൂട്ടി. പിന്നെ രാത്രി ഇവിടുത്തെ മെസ്സിൽ നിന്ന് എടുത്ത ചോറാണ് കേട്ടോ. ചോറും പരിപ്പ് കറിയും പിന്നെ മുട്ട ഉപ്പേരി ആക്കിയതാണ്. പരിപ്പ് കറി എന്തെല്ലോ മിക്സ് ആണിട്ട് ഇവിടെ ചെറുപയറും പരിപ്പും എല്ലാം ഇട്ടിട്ടാണ്. അതിന് എന്തെല്ലോ മോഡിഫിക്കേഷൻ ചെയ്തിനായിട്ട് വരുത്തിയിട്ടുണ്ടായിന്. മെസ്സിൽ നിന്ന് എടുത്ത പോലെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അവിടെ ജിതിനായിട്ട് അതിന് എന്തെല്ലോ ദാൽ തടുക്ക പോലെ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, അപ്പോൾ ബൈ.